ഇന്ത്യക്ക് മുന്നിൽ തലകുമ്പിട്ട് കീഴടങ്ങി ബംഗ്ലാദേശ്. ബംഗ്ലാദേശിലെ ഭരണകൂടം ധാക്കയിലെ ഇന്ത്യൻ എംബസി പ്രതിനിധിയെ വിളിച്ച് ചർച്ച തുടങ്ങി. ഇന്ത്യക്ക് മുന്നിൽ ഇപ്പോൾ ബംഗ്ലാദേശ് കീഴടങ്ങുകയാണ്. എന്നാൽ കടുത്ത നിലപാട് സ്വീകരിക്കുകയാണ് ഇന്ത്യ. എന്തു ചെയ്യണമെന്ന് ഇന്ത്യക്ക് നന്നായി അറിയാം. ഇന്ത്യക്കെതിരെ നീങ്ങുന്ന അയൽക്കാരെ പച്ചതൊടിയിക്കാതെ കൈകാര്യം ചെയ്യും. ഉറക്കം കെടുത്തും. ഇത് പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമർ ഇവിടെയെല്ലാം ഇന്ത്യ തെളിയിച്ചതുമാണ്. ബംഗ്ലാദേശിന് ഉറക്കമില്ലാത്ത ദിനങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാണ് ഇന്ത്യൻ പ്രതിനിധിയെ വിളിച്ച് കൈകൂപ്പിയത്. ഉപദ്രവിക്കരുതെന്നും സമാധാനം തരണമെന്നും അപേക്ഷിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. ത്രിപുരയിലെ ബംഗ്ലാദേശ് കാര്യാലയം കഴിഞ്ഞ ദിവസം ഹിന്ദു സംഘടനകൾ ആക്രമിച്ചിരുന്നു. കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കാൻ മുറവിളി ഉയർന്നിട്ടുമുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശിന് ഉറക്കം കെട്ടു. ബംഗ്ലാദേശിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമങ്ങൾ വർദ്ധിക്കുന്നതിനെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്ത്യൻ പ്രതിനിധിയെ ധാക്കയിലേക്ക് വിളിപ്പിച്ചു. ഇതിനിടെ ബംഗ്ലാദേശിലെ ചിന്മയ കൃഷ്ണദാസ് അടക്കമുള്ള ഹിന്ദു സന്യാസിമാരുടെ അറസ്റ്റിൽ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഭൂരിപക്ഷവും ന്യൂനപക്ഷവും തമ്മിൽ ആക്രമണ സംഭവങ്ങൾ ബംഗ്ലാദേശിൽ ഉണ്ടാവുകയാണ്. ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് ബംഗ്ലാദേശി ആളുകൾക്കെതിരെ ഇന്ത്യയിൽ ഉടനീളം പ്രതിഷേധം ശക്തമാവുകയും ത്രിപുരയിലെ അഗർത്തലയിലുള്ള ബംഗ്ലാദേശ് ഓഫീസ് ഹിന്ദു സംഘടനകൾ ആക്രമിക്കുകയും ചെയ്തതോടെ വാലിന് തീപിടിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ് ഭരണകൂടത്തിന്. ഇപ്പോൾ ഉപദ്രവിക്കരുതെന്നും സമാധാനം വേണമെന്നും ഇന്ത്യയോട് അവർ അപേക്ഷിക്കുന്നു. 60-ലധികം ഹിന്ദു സന്യാസിമാരെ ഭീകരർ എന്നുള്ള ഗണത്തിൽ ഉൾപ്പെടുത്തി ബംഗ്ലാദേശ് ഭരണകൂടം തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഭരണകൂടത്തിൻ്റെ തലപ്പത്ത് നോബൽ സമ്മാനം കിട്ടിയ മഹാനാണെങ്കിലും പ്രവൃത്തിയിൽ തീവ്ര ഇസ്ലാമിസ്റ്റാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇടക്കാല സർക്കാർ നിലവിൽ വരാൻ ഏറ്റവും അധികം പ്രയത്നിച്ചതും സഹായിച്ചതും ഇന്ത്യയാണ് എന്നുകൂടി ഓർക്കണം. ബംഗ്ലാദേശിലെ അതിർത്തിയിൽ ഇന്ത്യ പ്രതിഷേധവുമായി വരുമ്പോൾ ഏറ്റവും ഭയക്കുന്നത് ബംഗ്ലാദേശ് തന്നെയാണ്. ബംഗ്ലാദേശ് എന്ന രാജ്യം ഉണ്ടാക്കിയത് തന്നെ ഇന്ത്യയാണ്. ബംഗ്ലാദേശ് പൗരന്മാർക്ക് അഭയം കൊടുക്കുന്ന രാജ്യം ഇന്ത്യയാണ്. പട്ടിണിയിൽ ബംഗ്ലാദേശിന് ആഹാരവും പണവും നൽകി സഹായിക്കുന്ന രാജ്യവും ഇന്ത്യയാണ്. എന്നിട്ടാണ് ഇന്ത്യക്കെതിരെയും ഹിന്ദു ജനങ്ങൾക്കെതിരെയും അവിടെ നടക്കുന്ന കലാപങ്ങൾ. കോവിഡ് കാലത്ത് കോവിഡ് വാക്സിൻ ബംഗ്ലാദേശിന് ഇന്ത്യ സൗജന്യമായി നൽകിയിരുന്നു. കോവിഡ് കാലത്ത് ഇന്ത്യയിൽ നിന്നും ഭക്ഷണ സാമഗ്രികൾ സൗജന്യമായി ബംഗ്ലാദേശിലേക്ക് നരേന്ദ്രമോദി സർക്കാർ കയറ്റി അയച്ചിരുന്നു. ഇത്തരത്തിൽ പാലുകൊടുത്ത കൈകൾക്ക് തന്നെയാണ് ബംഗ്ലാദേശ് ഇപ്പോൾ പാമ്പിനെ പോലെ കൊത്തിയിരിക്കുന്നത്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നതും പുരോഹിതരെ ബംഗ്ലാദേശിൽ അധികാരികൾ അറസ്റ്റ് ചെയ്യുന്നതും ഇന്ത്യ ഏറ്റെടുത്തു. ന്യൂനപക്ഷ ഹിന്ദു സമൂഹത്തെ ലക്ഷ്യമിട്ട് നിരവധി അക്രമങ്ങളും നശീകരണങ്ങളും അവഹേളനങ്ങളും ഇതിനകം ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു സംഭവത്തിൽ ഹിന്ദു സന്യാസി ചിന്മോയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ ഇന്നലെ അഗർത്തലയിൽ നടന്ന വൻ പ്രതിഷേധത്തിൽ 50ഓളം ആളുകൾ പങ്കെടുത്തു. അവർ ബംഗ്ലാദേശ് അസിസ്റ്റന്റ് ഹൈക്കമ്മീഷണർ വളപ്പിൽ പോലും പ്രവേശിച്ചു. ഇത് അയൽ രാജ്യത്തെ ഇടക്കാല സർക്കാരിൽ നിന്ന് രൂക്ഷമായ പ്രതികരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുന്നതിൽ ലോക്കൽ പോലീസും ഭരണകൂടവും പരാജയപ്പെട്ടുവെന്നും സജീവമായി ഇടപെട്ടില്ലെന്നും ധാക്ക ആരോപിക്കുന്നു. സംഭവം മിഷൻ സ്റ്റാഫിൽ അഗാധമായ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയെന്നും ഉടനടി നടപടിയെടുക്കാൻ ന്യൂഡൽഹിയോട് ആവശ്യപ്പെട്ടുവെന്നും ധാക്ക വിദേശകാര്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കുകയാണ്. കടുത്ത അനീതിയും അതിക്രമവുമാണ് ബംഗ്ലാദേശിൽ ഹിന്ദു വിഭാഗത്തോടും മത ന്യൂനപക്ഷങ്ങളോടും നടക്കുന്നത്. പ്രത്യേകിച്ച് ഹൈന്ദവ സന്യാസിമാരോട്. നിരവധി ഹൈന്ദവ സന്യാസിമാരെ ഇതിനകം തന്നെ ബംഗ്ലാദേശ് ഭരണകൂടം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സ്വാമി ചിന്മോയ് കൃഷ്ണദാസ് അടക്കമുള്ള 3 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 17 പേരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഇന്ത്യയിലേക്ക് പുറപ്പെടാൻ ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് എത്തിയ 63 ഹൈന്ദവ സന്യാസിമാരെ, ഇസ്കോൺ സന്യാസിമാരെ ബംഗ്ലാദേശ് ഭരണകൂടം ഇമിഗ്രേഷൻ വകുപ്പ് തടഞ്ഞു വെച്ചു. ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തടഞ്ഞു വെച്ചതെന്ന് ഇമിഗ്രേഷൻ അധികൃതർ സന്യാസിമാരോട് വ്യക്തമാക്കി. പിന്നീട് മണിക്കൂറുകൾ കാത്തിരുത്തിയ ശേഷം ഇവരെ തിരിച്ചയക്കുകയായിരുന്നു. ഇവരുടെ യാത്ര സംബന്ധിച്ച് ദുരൂഹതകളുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇവരെ ഇന്ത്യയിലേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ലെന്നുമായിരുന്നു ഇമിഗ്രേഷൻ അധികൃതർ പറഞ്ഞ ന്യായം. അതിന് പിന്നാലെ തന്നെ ലോകത്തെ 120 കേന്ദ്രങ്ങളിൽ ഇസ്കോണിൻ്റെ ആഭിമുഖ്യത്തിൽ വലിയ പ്രതിഷേധങ്ങളുണ്ടായി. ഇസ്കോണിൻ്റെ ആഭിമുഖ്യത്തിൽ ഡൽഹിയിലുമുണ്ടായി പ്രതിഷേധം, കൊൽക്കത്തയിലുമുണ്ടായി പ്രതിഷേധ നാമജപങ്ങളാണ് ഉണ്ടായത്.
ബംഗ്ലാദേശ് എന്ന രാജ്യത്തിലെ ഇടക്കാല സർക്കാർ വെറും നോക്കുകുത്തിയായിരിക്കുന്നു. അവിടെയുള്ള ഇസ്ലാമിക ഭീകരർ, മതവെറിയന്മാരായ ഇസ്ലാമിക തെമ്മാടികൾ അവിടെയുള്ള ഹൈന്ദവ ന്യൂനപക്ഷങ്ങളെ നിരന്തരം വേട്ടയാടുകയാണ്. അവരെ വീടുകളിൽ ആക്രമിക്കുന്നു, ഓഫീസുകളിൽ ആക്രമിക്കുന്നു, തെരുവുകളിൽ ആക്രമിക്കുന്നു. ഈ ഇസ്ലാമിക ഭീകരരുടെ ആക്രമണത്തിൽ നിരവധി ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു. ഇതിനകം ഇന്ത്യ വലിയ പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ ഉയർത്തുന്നത്. ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് വലിയ താക്കീത് തന്നെയാണ് ബംഗ്ലാദേശ് നൽകിയത്. അതിന് പിന്നാലെ RSS വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയർത്തിയിരിക്കുന്നു. ബംഗ്ലാദേശ് ഭരണകൂടത്തോട് ഈ ഹിന്ദു വേട്ട അവസാനിപ്പിക്കാൻ RSS ആവശ്യപ്പെട്ടിരിക്കുന്നു. അല്ലാത്ത പക്ഷം ഇന്ത്യക്ക് പ്രത്യക്ഷത്തിൽ ഇടപെടേണ്ടി വരുമെന്ന വമ്പൻ മുന്നറിയിപ്പാണ് RSS ബംഗ്ലാദേശിന് നൽകിയിരിക്കുന്നത്.